സ്കൂൾ പഠിക്കുന്ന കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊക്കെ ഒരു വലിയ ടെൻഷനായിരിക്കും. അവർ 4 മണിക്ക് വരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് എന്താ ചായക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പയർ, തക്കാളി, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലോണം ചോപ്പ് ചെയ്ത് വെക്കുക. തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് വെക്കുക കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എടുക്കുന്നത് ഇടിയപ്പമാണ്. നമുക്ക് രാവിലെ ഉപയോഗിച്ച് ബാക്കി വരുന്ന ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അതൊന്ന് ചിക്കി വെക്കുക. ശേഷം ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും അത് ചേർത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വന്നു കഴിഞ്ഞാൽ സവോള ചോപ്പ് ചെയ്ത് വെച്ച സവോള അതിലിട്ടതിന് ശേഷം വഴറ്റിയെടുക്കുക. വേഗം ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സവോള വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇടാം. അതിന് ശേഷം നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ച പയറിന് പകരം ഗ്രീൻ പീസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി ഒന്ന് 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കുക. ഇവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല അങ്ങനെയുള്ള ചിക്കൻ മസാല പൊടി ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ആ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളി മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ മുട്ടയും മിക്സും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ ഉണ്ടല്ലോ, നമ്മൾ ചിക്കി വെച്ചിട്ടുള്ള ഇടിയപ്പം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മളെന്ത് ചെയ്യണം, അത് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇടിയപ്പവും അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലപോലെ കൂടി ചേർന്ന് വരണം. ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ നോക്കിയതിന് ശേഷം കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.